വിദേശത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന യുവതിയെ അറസ്റ്റ് ചെയ്തതിലൂടെ കൊടും കുറ്റകൃത്യങ്ങളുടെ ചുരുളഴിച്ച് കൊല്ലം പോലീസ്. MDMA അടക്കമുള്ള മാരക ലഹരി മരുന്നുകളുടെ വിപണന ശൃംഖലയെ നിയന്ത്രിച്ചതിന് കൊല്ലം മങ്ങാട് സ്വദേശിനിയായ ഹരിതയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഹരിത തന്റെ മാതാപിതാക്കൾക്കൊപ്പം ഒമാനിൽ താമസിച്ചുകൊണ്ടാണ് കേരളത്തിലെ ലഹരി മാഫിയയെ നിയന്ത്രിച്ചിരുന്നത്. നാട്ടിലെ കൂട്ടാളികൾ അറസ്റ്റിലായപ്പോൾ അവരെ ജയിൽ മോചിതരാക്കാൻ എത്തിയ യുവതി പോലീസിന്റെ തന്ത്രപരമായ നീക്കങ്ങളിൽ കുടുങ്ങുകയായിരുന്നു. ഈ അറസ്റ്റ് കൊല്ലത്തെ ലഹരി മരുന്ന് വ്യാപാര ശൃംഖലയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. കൊല്ലത്തെ 75 ഗ്രാം MDMAയുമായി ബന്ധപ്പെട്ട കേസിൽ നേരത്തെ അറസ്റ്റിലായ പുന്തലത്താഴം സ്വദേശി അഖിൽ ശശിധരൻ, കല്ലുംതാഴം സ്വദേശി അവിനാഷ്, കൊല്ലം അമ്മച്ചിവീട് സ്വദേശി ശരത് എന്നിവരെ ചോദ്യം ചെയ്തതിലൂടെയാണ് പോലീസ് അന്വേഷണം ഹരിതയിലേക്ക് എത്തിയത്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന്റെ നിർദ്ദേശപ്രകാരം കൊല്ലം SP എസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് കേസിലെ മുഖ്യ സൂത്രധാരയെ പിടികൂടിയത്. ഹരിതയുടെ അറസ്റ്റോടെ ഈ കേസിൽ പിടിയിലായവരുടെ എണ്ണം 4ആയി. MDMA വിപണനത്തിലെ ഹരിതയുടെ പങ്ക് അവിശ്വസനീയമാണ്. ഒമാനിലിരുന്ന് ഇവർ മാഫിയ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നു. മയക്കുമരുന്ന് ഇടപാടുകൾക്കായി ഹരിത തന്റെ അമ്മൂമ്മയായ കനകമ്മയുടെ ബാങ്ക് അക്കൗണ്ടാണ് ഉപയോഗിച്ചിരുന്നത്. നാട്ടിലെ ലഹരി ഇടപാടുകാരായ അവിനാശും ശരത്തും പണം കനകമ്മയുടെ അക്കൗണ്ടിലേക്ക് അയക്കുകയും ഈ പണം ഹരിത ബംഗളൂരുവിലെ മയക്കുമരുന്ന് മൊത്ത വിതരണക്കാരന് കൈമാറുകയുമായിരുന്നു പതിവ്. ഈ പണമിടപാടുകൾ ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് നടന്നിരുന്നത്. പിന്നീട് ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്ത് എത്തിക്കുന്ന MDMA അഖിൽ ശശിധരൻ വഴി കൊല്ലത്തെ എത്തിച്ച് വിതരണം ചെയ്യുകയായിരുന്നു. ഈ ശൃംഖലയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഹരിത അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. കൊല്ലത്തെ ചെറുകിട വിതരണക്കാരും ബംഗളൂരുവിലെ മൊത്ത വിതരണക്കാരും തമ്മിൽ നേരിട്ട് ബന്ധമില്ലെന്ന് ഉറപ്പുവരുത്തിയത് ഹരിതയായിരുന്നു. ഗൂഗിൾ പേ വഴിയാണ് പണമിടപാടുകൾ നടത്തിയിരുന്നത്. മയക്കുമരുന്ന് ശേഖരിക്കേണ്ട സ്ഥലത്തിന്റെ വിവരങ്ങൾ പോലും ഹരിത ഓൺലൈനായിട്ടാണ് നൽകിയിരുന്നത്. ഹരിതയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ ലഹരി ഇടപാടുകൾ നടത്തിയതിന്റെ നിരവധി ഡിജിറ്റൽ തെളിവുകൾ പോലീസിന് ലഭിച്ചു. ഇത് കേസിൽ ഒരു നിർണായക വഴിത്തിരിവായി. ഹരിതയുടെ മുൻകാല ചരിത്രവും ലഹരി വ്യാപാരത്തിലുള്ള അവരുടെ ആഴത്തിലുള്ള പങ്കാളിത്തവും വെളിവാക്കുന്നു. 2024 ഡിസംബറിൽ എറണാകുളത്ത് ഒരു ലോഡ്ജിൽ വെച്ച് 2 ഗ്രാം MDMAയുമായി ഹരിതയെയും 3 യുവാക്കളെയും എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ 2025 ജനുവരിയിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം ഇവർ ഒമാനിലേക്ക് കടന്നു. എന്നിട്ടും ലഹരി മാഫിയയുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ ഇവർ തയ്യാറായില്ല. വിദേശത്തിരുന്ന് കേരളത്തിലെ ലഹരി ഇടപാടുകൾ നിയന്ത്രിക്കാൻ മാത്രം ഹരിത ഈ മാഫിയയിൽ സ്വാധീനമുള്ള വ്യക്തിയാണെന്നും പോലീസിന് മനസ്സിലായി. തങ്ങളുടെ പ്രധാന കണ്ണിയായ ഹരിത ഗൾഫിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് ഈ വിവരം രഹസ്യമാക്കി വെച്ചു. ജയിലിലായ അവിനാശിനെയും ശരത്തിനെയും ജാമ്യത്തിലിറക്കാൻ ഹരിത നാട്ടിലെത്തുമെന്ന് പോലീസ് കണക്കുകൂട്ടി. ഈ കണക്കുകൂട്ടൽ കൃത്യമായിരുന്നു. ഹരിത നാട്ടിലെത്തിയെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് കൊല്ലം ജില്ലാ ജയിലിന് സമീപം വെച്ച് കൊല്ലം വെസ്റ്റ് ഇൻസ്പെക്ടർ R ഫയാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഹരിതയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. SI അൻസറുദ്ദീൻ, CPOമാരായ ശ്രീലാൽ, ദീപുദാസ്, സലീം, ആശ തുടങ്ങിയവർ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. ഈ അറസ്റ്റ് കേരളത്തിലെ ലഹരി മരുന്ന് കച്ചവടത്തിന്റെ പുതിയ രീതികളെ കുറിച്ച് പോലീസിന് കൂടുതൽ വിവരങ്ങൾ നൽകി. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നിയന്ത്രണവും ഓൺലൈൻ പണമിടപാടുകളും കണ്ണിമുറിയാതെ ഇടപാടുകൾ നടത്തുന്ന രഹസ്യ സംവിധാനങ്ങളും ഈ മാഫിയയുടെ പ്രവർത്തന രീതിയാണ്. വിദ്യാഭ്യാസമുള്ള യുവതലമുറ പോലും ലഹരി വിപണനത്തിന്റെ ഭാഗമാകുന്നു എന്നത് വലിയ സാമൂഹിക പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഹരിതയെ പോലുള്ളവർ തന്റെ സാങ്കേതിക പരിജ്ഞാനം ക്രിയാത്മകമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ സമൂഹത്തിന് ദോഷകരമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് അന്വേഷണം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഹരിതയുടെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് ലഹരി മാഫിയയുടെ കൂടുതൽ കണ്ണികളെ കണ്ടെത്താൻ സാധിക്കുമെന്ന് പോലീസ് കരുതുന്നു. ഇതിലൂടെ കേരളത്തിലെ ലഹരി മരുന്ന് വിതരണ ശൃംഖലയെ പൂർണ്ണമായും തകർക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. യുവതലമുറയെ ലക്ഷ്യമിട്ടിട്ടുള്ള ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ പോലീസിന്റെയും മറ്റ് നിയമ നിർവഹണ ഏജൻസികളുടെയും സംയുക്ത പ്രവർത്തനം ആവശ്യമാണ്. ഈ അറസ്റ്റ് ആ ദിശയിലുള്ള ഒരു പ്രധാന ചുവടുവെപ്പാണ്. ലഹരി മരുന്ന് കടത്തിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ കേസ് ഓർമ്മിപ്പിക്കുന്നു. രക്ഷിതാക്കളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ലഹരിയുടെ ഭവിഷ്യത്തുകളെ കുറിച്ച് ബോധവൽക്കരിക്കേണ്ടതുണ്ട്. കൂടാതെ ലഹരി ഉപയോഗിക്കുന്നവരെയും വിൽക്കുന്നവരെയും കണ്ടെത്താൻ പോലീസുമായി സഹകരിക്കാൻ സമൂഹം മുന്നോട്ട് വരണം. ഹരിതയുടെ അറസ്റ്റ് ലഹരി മാഫിയയ്ക്ക് ഒരു താക്കീതാണ്. വിദേശത്തിരുന്നാലും നിയമത്തിന് മുന്നിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കില്ല എന്ന സന്ദേശമാണ് ഈ അറസ്റ്റ് നൽകുന്നത്.
അതുകൊണ്ട് ഈ കേസിന്റെ തുടർന്നുള്ള അന്വേഷണങ്ങൾ കൂടുതൽ ലഹരി ഇടപാടുകാരെ കണ്ടെത്താനും കേരളത്തെ ലഹരി മുക്തമാക്കാനുമുള്ള പോരാട്ടത്തിൽ പോലീസിന് വിജയം നൽകാനും സഹായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.